പടവലങ്ങ പരിപ്പ് കറി. ആവശ്യമുള്ള സാധനങ്ങൾ: പരിപ്പ്, പടവലങ്ങ, തക്കാളി, തേങ്ങയും ജീരകവും കൂടിയിട്ട് അരച്ചത്, സവാള, ഇഞ്ചി, വേപ്പില, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ഉണക്കമുളക്. ആദ്യം തന്നെ നമുക്ക് പരിപ്പിനെ കുക്കറിലിട്ടിട്ട് വേവിക്കാം. വേവിച്ചെടുക്കാം. പരിപ്പ് വേവിക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് വേവിക്കാം. കാരണം എന്താ വെച്ചാൽ നമ്മളിത് കറിയാക്കുമ്പോൾ കറിക്ക് കുറച്ച് ചാറ് വേണമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിച്ചിട്ട് പരിപ്പ് വേവിക്കാം. ഇവിടെ പരിപ്പ് വെന്തിട്ടുണ്ട്. ഇതിനെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമുക്ക് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് പാൻ നന്നായിട്ടൊന്ന് ചൂടാക്കാം. നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ടിട്ട് പൊട്ടിക്കാം. നന്നായിട്ട് പൊട്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് ഉണക്കമുളക് ഇടാം. മുളകിനെ നമുക്ക് എണ്ണയിലിട്ടിട്ട് ഒന്ന് വറക്കാം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാളയും ഇഞ്ചി വേപ്പിൻ്റെ ഇലയും ചേർക്കാം. ഈ സവാള നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. ഉപ്പും ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് തക്കാളീനെ ഒരു 5 മിനിറ്റ് നേരം ഒന്ന് ചെറു തീയിലിട്ടിട്ടൊന്ന് വേവിക്കാം. തക്കാളി വെന്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പടവലങ്ങ ചേർക്കാം. ഇനി 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് നമുക്ക് പടവലങ്ങേനെ ഒന്ന് പകുതി വേവിക്കാം. പകുതി വേവായി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കിതിലേക്ക് പരിപ്പ് ചേർക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഇപ്പോൾ പടവലങ്ങ പകുതി വേവായിട്ടുണ്ട്. ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന പരിപ്പ് ചേർക്കാം. അത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. 5 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. അപ്പോഴേക്കും കറി ഒന്ന് തിളയ്ക്കും.
കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ ചേർക്കാം. നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റും കൂടി ഒന്നുകൂടി ഒന്ന് വേവിക്കാം. ഇപ്പം നമ്മുടെ കറി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഈ കറിയിൽ നമ്മൾ പടവലങ്ങ ഇടുമ്പോൾ പടവലങ്ങ നമ്മൾ ഒരുപാട് വേവിക്കരുത്. ഒരുപാട് വേവിച്ചിട്ടുണ്ടെങ്കിൽ പടവലങ്ങ ഉടഞ്ഞു പോകും.